ഇതാ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണമാലിയിലെ പ്രസിദ്ധമായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ദേവാലയത്തിലാണ്. എത്ര മനോഹരമായ കാഴ്ചകളാണ് കാണുന്നതെന്ന് അറിയുമോ? ദേവാലയത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി 2 മാലാഖമാർ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. മാലാഖമാർ നമ്മളെ ആനയിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ അത്ഭുത രൂപത്തിന്റെ മുന്നിലാണ്. നല്ല മനോഹരമായ പടികളിലൂടെ കയറി ചെല്ലുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീക്ഷ്ണമേറിയ കണ്ണുകളുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള വൈദികൻ പഠനപ്രകാരം വിശുദ്ധ യൗസേപ്പിതാവിന്റെ ചരിത്രപ്രധാനമുള്ള രൂപമാണിത്. വലതുഭാഗത്തായി അന്തോണിസിനുകളുടെ രൂപവും ഇടതുഭാഗത്ത് മാതാവിന്റെ രൂപവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും മെല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ശില്പങ്ങളുടെ ശേഖരമാണ് ഈ ദേവാലയത്തിൽ കാണാൻ സാധിച്ചത്. എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും അടുത്ത് ചെന്ന് നോക്കി. അപ്പോഴാണ് സംഗതി വീണ്ടും ഞാൻ യാത്ര തുടർന്നു. അവിടെ ദേവാലയത്തിന്റെ ഇടത്തുഭാഗത്തായി വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. ഇത്രയധികം തിരുശേഷിപ്പുകൾ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. മനസ്സിന് കുളിർമയും സന്തോഷവും ഉണ്ടാക്കുന്ന ഭക്തിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം കണ്ടത് വിശുദ്ധ പത്രോസിന്റെ തിരുശേഷിപ്പാണ്. ആദ്യമായിട്ടാണ് വിശുദ്ധ പത്രോസ് ലിഹായുടെ തിരുശേഷിപ്പും ചിത്രവും കാണാൻ സാധിച്ചത്. പത്രോസ് ആവുന്ന പാറയിലാണല്ലോ തിരുസഭ സ്ഥാപിക്കപ്പെട്ടത്. മാലാഖമാരുടെ അകമ്പടിയോടെയാണ് എല്ലാ തിരുശേഷിപ്പും കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ഭാരതത്തിലെ സ്വന്തം അപ്പോസ്തോലനായി അറിയപ്പെടുന്ന വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുശേഷിപ്പും ചിത്രവുമാണ് ഞാൻ കണ്ടത്. ഞാൻ പിന്നീട് കണ്ടത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസിനെയാണ്. യേശുക്രിസ്തുവിന്റെ സഹോദരനായ വിശുദ്ധ യൂദാ തദേവൂസ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം യൂദാസ് കറിയോത്ത എന്ന പേരിനോട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ യൂദാസ് എന്ന് പറയുമ്പോൾ പലരും യൂദാസ് കറിയോത്തയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ കണ്ടത് വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പാണ്. പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ മനോഹരമായ ഒരു ചിത്രവും തിരുശേഷിപ്പും മാലാഖമാരുടെ സാന്നിധ്യവും വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമൊരുക്കി തരുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് കണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പാണ്. മിഷനറിമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ യാത്രക്കാരുടെ മധ്യസ്ഥനും കൂടിയാണ്. തുടർന്ന് ഞാൻ കണ്ടത് ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. കൊച്ചുത്രേസ്യ അമ്മയെ കണ്ട സന്തോഷത്തിൽ ഞാൻ കുറച്ചുനേരം അവിടെ നോക്കി നിന്നു. ആ തിരുശേഷിപ്പിന് മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും നടന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുശേഷിപ്പാണ് അടുത്തത്. അന്നക്കുട്ടി നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ആണല്ലോ എന്നോർത്തപ്പോൾ ഒത്തിരി അഭിമാനം തോന്നി. ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നടന്ന് മദർ തെരേസയുടെ ചിത്രത്തിന്റെ അടുത്തെത്തി. അവിടെ മദർ തെരേസയുടെ തിരുശേഷിപ്പുണ്ടായിരുന്നു. മൊത്തം 8 തിരുശേഷിപ്പുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അൾത്താരയുടെ ഭംഗി എന്നെ വല്ലാതെ ആകർഷിച്ചു. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഈ ഗാനമാണ് ഈ ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം ഒട്ടനവധി പ്രതിസന്ധിയുമായി വരുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർക്കെല്ലാം പ്രതീക്ഷയുടെ പുതിയ വഴികളാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന കാറ്റും കോളും തിരമാലകളും ഒന്നും പേടിക്കേണ്ട, യേശു കൂടെയുണ്ടെങ്കിൽ എല്ലാം തനിയെ ശാന്തമായി കൊള്ളും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കടലിൽ പണിക്ക് പോകുന്ന മീൻപിടുത്തക്കാർക്ക് പ്രതീക്ഷയും സംരക്ഷണവും തീർക്കുന്ന ചിത്രം കൂടിയാണിത്. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ രൂപവും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒപ്പമുള്ള രൂപവുമുണ്ട്. ദേവാലയത്തിൻ്റെ വലതുഭാഗത്തായി വർണ്ണശിബുലമായ
ഗ്ലാസ് പെയിൻറ്റിങ്സ് കാണുവാൻ സാധിക്കും. യൗസേപ്പിതാവിൻ്റെ സ്വപ്നവും തിരുക്കുടുംബവും മരപ്പണി ചെയ്യുന്ന യൗസേപ്പിതാവും അന്ത്യത്താവും തുടങ്ങിയവയുടെ ഗ്ലാസ് പെയിൻറ്റിങ്സ് ആണ് കാണുവാൻ സാധിക്കുന്നത്. ഉണ്ണീശോയെ മരപ്പണി പഠിപ്പിക്കുന്ന യൗസേപ്പിതാവിനെയും തയ്യൽ പണി ചെയ്യുന്ന മാതാവിനെയും ചിത്രകാരൻ്റെ ഭാഷയിൽ വിവരിച്ചിട്ടുണ്ട്. എൻ്റെ യാത്ര ഞാൻ തുടർന്നത് പഴയ ദേവാലയത്തിൻ്റെ ഭംഗി പകർത്തുവാനാണ്. ചെറുതായി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് പുതുക്കി പണിതിട്ടുണ്ട് എന്ന് തോന്നുന്നു. മുകളിലെ നിലയിൽ മട്ടുപ്പാവിൽ നിന്ന് ദേവാലയത്തിലേക്ക് എല്ലാവരെയും മാടി വിളിക്കുന്ന ഈശോയുടെ രൂപമുണ്ട്. ഇതാണ് പഴയ പള്ളി. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണിത്. എൻ്റെ യാത്ര പഴയ പള്ളിയുടെ അകത്തേക്ക് നീണ്ടു. യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം അവിടെ ശില്പിയുടെ കരവിരുതിൽ കാണുവാൻ സാധിച്ചു. ദേവാലയത്തിൻ്റെ ഉൾവശങ്ങൾ മുഴുവൻ മരപ്പണിയും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. പ്രാചീന രീതിയിലുള്ള ദേവാലയങ്ങളുടെ ശൈലിയാണ് ഇവിടെ അനുകരിച്ചിട്ടുള്ളത്. മരത്തിൽ തീർത്ത അൾത്താരയിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും മാതാവിൻ്റെയും കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെയും മറ്റു വിശുദ്ധരുടെയും രൂപങ്ങളുണ്ട്. ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ മരത്തിൽ തീർത്ത ശില്പവുമുണ്ട്. ഇരു വശങ്ങളിലുമായി ബഹുശാഖാ ദീപങ്ങൾ വച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി നിത്യസഹായ മാതാവിൻ്റെ ചിത്രവുമുണ്ട്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ലഭ്യമാകുന്നുണ്ട്. ഞാൻ നടന്ന് പള്ളിമണിയുടെ അടുത്തെത്തി. വെറുതെ ഒരു കൗതുകം തോന്നി അവിടെ നിന്നു. ഇതാണ് പഴയ പള്ളിയുടെ പുതുക്കി പണിത മുൻവശം. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് യൗസേപ്പിതാവിൻ്റെ രൂപത്തിനടുത്താണ്. യേശു ക്രിസ്തു മരപ്പണിയിൽ യൗസേപ്പിതാവിന് ഒപ്പം കൂടുന്നതും യൗസേപ്പിതാവും ഗർഭിണിയായ മാതാവുമൊത്തുമുള്ള പലായനവും ഇവിടെ ശില്പിയുടെ കരവിരുതിൽ കാണാൻ സാധിക്കും. ഞാൻ തിരികെ പുതിയ പള്ളിയിലെത്തി. ഇതാണ് യൗസേപ്പിതാവിൻ്റെ അത്ഭുത രൂപം. ഒട്ടനവധി അത്ഭുതങ്ങളാണ് ഇവിടെ നിരന്തരം വിശ്വാസികൾ സാക്ഷ്യം പറയുന്നത്. ദാവീദ് ഗോത്രജ്ഞനായ യൗസേപ്പിതാവിനെ വണങ്ങിക്കൊണ്ട് ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. യൗസേപ്പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ സന്തോഷത്തിൽ ഞാൻ എൻ്റെ യാത്ര തുടർന്നു.